യു.പിയിൽ സമാജ്വാദി പാർട്ടിയിലെ തർക്കം സമവായത്തിലേക്ക്. മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഒരുമിച്ച് പോകാൻ ധാരണയായതായി സൂചന. മുലായം ദേശീയ അധ്യക്ഷനായി തുടരും. സ്ഥാനാർത്ഥികളെ അഖിലേഷ് തീരുമാനിക്കും. സന്തോഷ് എം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, എങ്ങനെയാണ് ഒരു സമവായം ഉണ്ടായത്? സുരരാജ്, സമാജ്വാദി പാർട്ടിയിലെ മറ്റൊരു രാഷ്ട്രീയ നാടകത്തിനു കൂടി തിരശ്ശീല വീഴുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും നടത്തിയ കൂടിക്കാഴ്ച അല്പസമയം മുമ്പ് അവസാനിച്ചു. കൂടിക്കാഴ്ചയിൽ മുതിർന്ന നേതാവ് അസം ഖാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടന്നത്. അതിനുശേഷം സംസ്ഥാന യാദവും അഖിലേഷും മുലായവുമായി കൂടിക്കാഴ്ച നടത്തി. നേതാക്കന്മാർ തമ്മിലുണ്ടായ കൂടിക്കാഴ്ചയിൽ ചില ധാരണകളിൽ എത്തിച്ചേർന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് മുലായം സിംഗ് യാദവ് തന്നെ നിലവിൽ ദേശീയ അധ്യക്ഷനായി തുടരും. അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ദേശീയ കൺവെൻഷന്റെ തീരുമാനം മരവിപ്പിച്ച് മുലായം സിംഗ് യാദവ് തന്നെ അഖിലേന്ത്യാ അധ്യക്ഷനായി തുടരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പൂർണ്ണ അധികാരം വേണമെന്ന് അഖിലേഷ് യാദവ് മുലായത്തിനോട് ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അവകാശം തരണം, അതിൽ മറ്റ് ഒരു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉറപ്പ് വേണമെന്നും അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. അതിന് മുലായം സിംഗ് യാദവ് അംഗീകാരം നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവിനെ ദേശീയ തലത്തിലേക്ക് അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുള്ള ഭാരവാഹിത്വം കൊടുക്കും, പാർട്ടിയിൽ കുറച്ചുകൂടി ഉയർന്ന പദവി കൊടുക്കും എന്നുള്ള ഒരു ധാരണയിലും എത്തിയിട്ടുണ്ട്. അങ്ങനെ നേതാക്കന്മാർ തമ്മിൽ ഇരുവിഭാഗങ്ങളിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്ന ഭിന്നത പരിഹരിച്ച് ഒരുമിച്ച് പോകാനുള്ള ഒരു ധാരണയിൽ എത്തിയെന്നുള്ളതിന്റെ സൂചനകൾ ലഭ്യമാകുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. അതേസമയം തന്നെയാണ് ഇന്ന് അഖിലേഷ് യാദവിന് വേണ്ടി പാർട്ടി ചിഹ്നമായ സൈക്കിളിൽ അവകാശവാദം ഉന്നയിച്ച് രാംഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയും ചെയ്തത്. മുലായം സിംഗ് യാദവും ഇന്നലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് സമാന ആവശ്യം ഉന്നയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ചിഹ്നം കമ്മീഷൻ മരവിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ, അതായത് അസം ഖാന്റെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഇരു ചേരിയും അല്ലെങ്കിൽ ഇരു പക്ഷവും തമ്മിൽ ഒരുമിച്ച് പോകാനുള്ള ഒരു ധാരണയിൽ എത്തി എന്നുള്ള വിവരം ലക്നൌവിൽ നിന്നും ലഭ്യമാകുന്നത്. സുരരാജ്, ശരി. എം സന്തോഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.